നമ്മൾ ചിക്കൻ മേടിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഞാൻ മുഴുവനായിട്ടുള്ളൊരു ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ഫോർക്ക് വെച്ച് ഇങ്ങനെ കുത്തി കുത്തി മസാലകൾ അകത്ത് പിടിക്കാനായിട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ എല്ലാം അങ്ങനെ ഫോർക്ക് വെച്ച് കുത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മസാല ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, മന്തി മസാല, ഗരം മസാല, പെരുംജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം 1 ടേബിൾ സ്പൂണും ബാക്കിയെല്ലാം സ്പൈസസ് എല്ലാം 1 ടീസ്പൂൺ വീതമാണ് ഞാൻ ചെയ്തത്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 തക്കാളി അരിഞ്ഞത്, 3-4 പച്ചമുളക് അരിഞ്ഞത്, അതേപോലെ തന്നെ വലിയൊരു ക്യാപ്സിക്കം, ഇതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് പുതിനയിലയും മല്ലിയിലയും അരിഞ്ഞതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അങ്ങനെ നമ്മുടെ പർദീസ ചിക്കനിലേക്ക് നമ്മൾ ഈ മസാലകളെല്ലാം അങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഉള്ളിലും എല്ലാ മസാലകളും തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറഞ്ഞതൊരു 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അല്ലെങ്കിൽ തലേ ദിവസം തന്നെ നമുക്ക് പുരട്ടി വെക്കാവുന്നതാണ്. നമുക്ക് ഇതിനകത്ത് ഈ മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കാരണം ഞാൻ ചേർത്തിട്ടില്ല. നമ്മുടെ ചിക്കൻ അങ്ങനെ ഇപ്പോൾ 3 മണിക്കൂറായിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഇനി നമുക്കത് അടച്ച് വെച്ച് അടുപ്പിൽ വെച്ച് തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിനി നമ്മുടെ ഈ ചിക്കനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞു. 5 അല്ല 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ അങ്ങനെ 2-3 പ്രാവശ്യം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കിടക്കുന്ന ഗ്രേവി മുഴുവൻ കോരി ഇതിനകത്തേക്ക് മുകളിലും അതിൻ്റെ ഉള്ളിലേക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴേ അത് ഉള്ളിലെല്ലാം പിടിക്കത്തുള്ളൂ. നമ്മുടെ ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാഷ്യൂവിൻ്റെ പേസ്റ്റാണ്. അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പർദീസ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒക്കെ കൂടെ മുകളിലോട്ട് വിതറി കൊടുക്കാം. നമ്മുടെ ചിക്കൻ അങ്ങനെ പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ നമുക്കതൊന്ന് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് അത് ഇളക്കുമ്പോൾ തന്നെ ചൂടാണ്, കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്.